നിയമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട നിയമനിർമ്മാണ സഭയുടെ കാവൽക്കാരനായിട്ടുള്ള ഒരാൾ തന്നെ അതിൻ്റെ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഈ കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹായ്, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നു. അവരുടെ മുൻകൂർ ജാമ്യം 30-ാം തീയതിയിലേക്ക് നീട്ടി. വളരെ സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ 10-30 ദിവസമായിട്ട് ഞാൻ ഈ കേസിൻ്റെ പുറവിനാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നറിയാൻ, നമ്മുടെ കേരള പോലീസ് കേസ് എടുക്കുമെന്നറിയാൻ, കേരള പോലീസിന് കേസ് കൊടുക്കാത്തതുകൊണ്ട് ആദ്യം ആ ഹോളി ക്രോസ് ഹോസ്പിറ്റലുകാരെ വരെ മോശമായിട്ട് പെരുമാറേണ്ടി വന്നു. എന്തായാലും അവിടുത്തെ ഡോക്ടറിന് 1000 നന്ദിയുണ്ട്. ആ ഡോക്ടറിൻ്റെ ഇടപെടലുകൾ കാരണമാണ് അദ്ദേഹത്തിൽ ആ 10-24 കുഞ്ഞുങ്ങളെ അവിടുന്ന് മാറ്റിയത്. ആ കുഞ്ഞുങ്ങളെ മാനസികമായിട്ടും അല്ലാതെയും പീഡിപ്പിച്ചിട്ടാണ് അവർ പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാനൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പല യൂട്യൂബ് ചാനലുകളായിട്ട് പലരും പബ്ലിഷ് ചെയ്ത കാര്യമാണ്. ഞാൻ ആ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫുള്ള് അവരെൻ്റെ മുമ്പിൽ വന്ന് തെളിവ് പറയാൻ നമുക്കൊരു കാര്യവും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ്